മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്, മാർച്ച് 3. അപ്പോൾ എല്ലാവരും പൊങ്കാല ഇടുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലാത്തവരായിരിക്കും നമ്മുടെ വീഡിയോ സമയത്ത് കാണുന്നത് അല്ലേ. ശരി, എല്ലാവർക്കും പൊങ്കാല ഇടുന്ന എല്ലാവർക്കും പൊങ്കാല ആശംസകൾ കേട്ടോ. ഈ പ്രാവശ്യം പൊങ്കാല ഇടാൻ പറ്റാത്തതിൽ വളരെ വിഷമം ഉണ്ടെനിക്ക്. അടുത്ത വർഷം ഇടാൻ പറ്റണേ എന്നാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, പൊങ്കാലയായിട്ട് എനിക്ക് അന്നദാനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ടൊമാറ്റോ റൈസും സാലഡും പിക്കിളും ഒക്കെ ആയിട്ട് വയ്ക്കാമെന്നാണ് പ്ലാൻ ചെയ്തെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് കൊണ്ടാണ് പിന്നെ അതങ്ങ് മടിച്ചത് കേട്ടോ. പക്ഷേ ഇന്ന് ഞാനൊരു ഒരു വീഡിയോ കണ്ടു. ഒരാൾ കുറച്ച് പേർക്ക് ഇങ്ങനെ പൊങ്കാല കിറ്റ് വിതരണം ചെയ്യുന്നത് ഞാൻ കണ്ടു കേട്ടോ. അങ്ങനെ ചെയ്യാനുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പാവപ്പെട്ടവർക്ക് നമുക്ക് പൊങ്കാല കിറ്റ് വിതരണം ചെയ്തിരുന്നെങ്കിൽ നമുക്കതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും നടന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ്. വേദയ്ക്ക് ചെറിയൊരു വൊമിറ്റിങ്. ഇന്നലെ രാത്രി ആൾ നന്നായിട്ട് വൊമിറ്റ് ചെയ്തു. വേറെ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ചുമ്മാ തുണിയെല്ലാം നനച്ചിങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. പക്ഷേ വേദയ്ക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. ഇന്നലത്തെ ദിവസം ഒരു ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ കേക്കും ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെയാണ് കഴിച്ചത്. പിന്നെ രാത്രിയായപ്പോൾ മറ്റേ പാനിപ്പൂരി കഴിച്ചു. എൻ്റെ പൊട്ടേറ്റോ കഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്യാസ് എല്ലാം കൂടെ കയറിയിട്ട് ഒരു പ്രാവശ്യം വൊമിറ്റ് ചെയ്തോളൂ. വൊമിറ്റ് ചെയ്തത് നല്ല കാര്യമായിട്ട് വൊമിറ്റ് ചെയ്തു. പക്ഷേ രാവിലെ ആൾക്ക് ഒട്ടും എഴുന്നേക്കാനൊന്നും വയ്യ. ഭയങ്കര ക്ഷീണവും, കിടക്കുന്നു, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ഒന്നും വേണ്ട, അങ്ങനെ ടയേർഡായിട്ട് നടക്കുക കേട്ടോ. ഞാൻ പറഞ്ഞൊന്ന് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നു. കുളിച്ചപ്പോൾ ഒന്ന് ഫ്രഷ് ആയെങ്കിലും ക്ഷീണം അപ്പോഴേ ഉള്ള മുഖത്തുണ്ട്. അമ്മയുടെ മാമനും മാമിയൊക്കെ ചീമയെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. കൈ നിറച്ച സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച് പണ്ടാരടങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അതൊരു വലിയ സന്തോഷമാണ്. പിന്നെ പ്രത്യേകിച്ച് ചീമയൊക്കെ കാണാൻ വരുമ്പോൾ അതിലൊരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച മാമൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മാമി വന്നിട്ടുണ്ടായിരുന്നില്ല, വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്ന് മാമനും മാമിയും കൂടെ വന്നത്. ഇനിയിപ്പോൾ ചീമയുടെ കാര്യം എപ്പോൾ വേണോ ആവാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചീമ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഉടനെ തന്നെ നമ്മുടെ ആളിങ്ങിപ്പോൾ എത്തും കേട്ടോ. മോളാണോ മോനാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവരൊരു 10-11 മണിക്ക് എന്തോണം വന്നത്. കുറേ സമയം ഇരുന്ന് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. മാമനെ വിളിച്ചപ്പോൾ മാമൻ കഴിക്കാൻ വരുന്നില്ല. മാമിയെ വിളിച്ചപ്പോഴും കഴിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിർബന്ധിച്ച് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഊണിന് ചോറ്, തീയൽ, നെമ്മീനുണ്ടായിരുന്നു, നെമ്മീൻ ഫ്രൈ, പിന്നെന്താണ് എന്തൊക്കെയോ കുറേ അച്ചാറുകൾ. പിന്നെ നമ്മുടെ സച്ചിൻ്റെ അവിടുത്തെ വീടിൻ്റെ അടുത്തുള്ള നെയ്ബർ ലീന എന്ന് പറയും, ആൻറ്റി ചീമയ്ക്ക് ഇതിനിടയ്ക്ക് വരിക്കച്ചക്ക എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടു. അതിൻ്റെ കൂട്ടത്ത് കൊടുത്തു വിട്ടേണ് അമ്പഴങ്ങ. അതിനമ്മ ഉപ്പിലെന്തോ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ കഴിക്കുമ്പോൾ മാങ്ങയെക്കാട്ടി ടേസ്റ്റുള്ള സാധനം കേട്ടോ അമ്പഴങ്ങ. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അതിൽ സംഭവം കൊള്ളായിരുന്നു. അതുമൊക്കെ കൂട്ടിയായിരുന്നു ഊണെല്ലാം കഴിച്ച് വീണ്ടും കുറേ സമയം അവരൊക്കെ ഇരുന്നിട്ട് അമ്മയുടെ റോസാ കൃഷിയിൽ നിന്നും റോസാ തണ്ടെല്ലാം എടുത്തിട്ട് അവരങ്ങ് പോവുകയാണ് കേട്ടോ. വിളിച്ച് പറഞ്ഞിട്ടല്ല വന്നത്, പെട്ടെന്ന് കയറി വന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അയ്യോ, വിളിച്ചിട്ട് പറഞ്ഞിട്ട് വരാത്തത് ഒന്നും അധികം അങ്ങനെ ഗ്രാൻഡായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും ഊണെല്ലാം ഉണ്ടായിരുന്നു, തീയലും നെമ്മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്കൊരു തൃപ്തി വന്നില്ല. പിന്നെ അവർ കഴിക്കാനും നിന്നില്ല. ഒന്ന് കഴിച്ചിട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. മാമനൊട്ടും കഴിച്ചില്ല, മാമി കുറച്ച് കഴിച്ചു എന്നേ ഉള്ളൂ. എങ്കിലും അമ്മയ്ക്കൊരു ചെറിയ വിഷമം കേട്ടോ. അങ്ങനെ അവർ പോയി. എന്നിട്ട് ഞങ്ങളും കുറച്ച് സമയം അങ്ങനെ ഇരുന്നിട്ട് ഞാനും വേദയും, ചീമയ്ക്കും ഉറക്കം വന്നിട്ട് വൈകുന്നേരം ഉറക്കം ശരിയായില്ല എന്ന് പറഞ്ഞ് ചീമയും പോയി കിടന്നു. ഞാനും വേദയും കൂടി പോയി കിടന്നു. സുഖമായിട്ട് ഉറങ്ങിയെന്ന് വെച്ചാൽ നല്ല സുഖമായിട്ട് ഉറങ്ങി. വേദയ്ക്ക് വയ്യ കേട്ടോ, എന്തോ ഒരു വയ്യായിക. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ വൊമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ആൾ ഭയങ്കര ഉറക്കം. ട്യൂഷനൊക്കെ ഉണ്ട്, ട്യൂഷനൊന്നും ഒന്നും പോയില്ല, ഒന്നും പഠിച്ചില്ല, ഒട്ടും വയ്യ. ഏലക്ക അരിക്കാതെ ഇട്ട ചായയല്ലേ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലാണ് ഞാനിപ്പോഴാണ് കമൻറ്റ് കണ്ടത്. ശ്രീകുട്ടി നേട്ടത്തെ വോയിസ് ഓവർ ചെയ്യേണ്ട, ലൈവ് വോയിസ് മതി, വോയിസ് മ്യൂട്ട് ചെയ്തില്ലേ, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ വർത്തമാനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോഴാണ് കമൻറ്റ് കണ്ടത്. അതുകൊണ്ടാണ് മൈക്കെല്ലാം എടുത്ത് വെച്ചിപ്പോൾ വന്നത്. അപ്പം എല്ലാവരും അകത്തിരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തോട്ടിറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ലൈവ് വോയിസ് കേൾക്കാം. ഗൈസ്, നിങ്ങൾ പറഞ്ഞു വീട്ടിലെ ലൈവ് വോയിസ് ഇടണമെന്ന്. ഇതാണ് ഈ വീട്ടിലെ ബഹളം. ഇത് ഞാൻ എങ്ങനെ ലൈവായിട്ടിടും ഗൈസ്? നിങ്ങൾക്ക് പറയാം. ഇടും അല്ല, എല്ലാവരും പറയണം അച്ഛൻ്റെ അമ്മയുടെ സംസാരം കേൾക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാർ അറിയണം എന്തുകൊണ്ട് ഞാൻ ലൈവ് വോയിസ് ഇടണില്ല എന്ന്. ഒന്നും അങ്ങനെ ഉണ്ടടാ. ഓക്കെ ആയാ?
ഏ ഞാനിടും. ചാള വർത്താനം ആയതുകൊണ്ടാണ് ഞാൻ ലൈവ് വോയിസ് ഇടാത്തത്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അച്ഛന്റെ അമ്മയുടെ വോയിസ് കേൾക്കണം. ലൈവാണ് ഇഷ്ടം. അല്ല അറിയണമല്ലോ. എപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ കയറിയാലും ഇതാണ് ബഹളം. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കണ്ടോണ്ടാണ് പറഞ്ഞത്. ലൈവ് വോയിസ് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സുഹൃത്തുക്കളെ വിഷമിപ്പിക്കാതിരിക്കാൻ പറ്റും എനിക്ക്. ചീമ, നിന്റെ കൂടെ ഡേറ്റ് പറഞ്ഞിരുന്ന ഒരാളെ വയ്യാതെ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് കയറ്റിയെന്ന് പറഞ്ഞു. സെയിം ഡേറ്റ് ആയിരുന്നു നിന്റെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ കമന്റ് ഇട്ടിരുന്നു എങ്ങനെയുണ്ട് ചീമ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. നീ തന്നെ മറുപടി പറ. അത് മൈക്കാണ് എടുത്ത് തലയിൽ വെക്കണത്. അല്ല കേക്കട്ടെ, കേൾക്കണം, എല്ലാവരും കേൾക്കണം. നെട്ടയും വീട് ഒരു ബിഗ് ബോസ് ആണ്, ഒരു ഉപ്പും മുളകും വീടാണെന്ന് എല്ലാരും അറിയണം. അമ്മ വാൺ ചെയ്യണേ, അച്ഛനെ വാൺ ചെയ്യണേ. പറ ചീമ പറ, നിനക്ക് ഓക്കെ ആണോ? എല്ലാരും ചോദിക്കണ ഓക്കെ ആണോ? ഓക്കെ ആണ്. നമുക്കൊരു ജെൻഡർ പ്രഡിക്ഷൻ വെച്ചാലാ? എന്തോന്നായിരിക്കും ബേബി? പൊന്നു, ബോയ് ഓർ ഗേൾ? ഗേൾ. വേദ ഗേൾ. ചീമ ഗേൾ. ഗേളാ ബോയ്യാ? ഞാനും ഗേളാണ്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ഇടുക, ജെൻഡർ പ്രഡിക്ഷൻ ഗേളോ ബോയിയോ. ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ടപ്പം കൂടുതലും ബോയ് ആണ് കമന്റ് വന്നത്. നീ ഓക്കെ ആണാ? അച്ഛൻ ഒന്ന് മാറി, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കേന്. നീ പറ. ഓക്കെ ആണ്. ഇതിപ്പോ ഞാൻ 4ാമത്തെ ഞാൻ കേട്ടില്ല. നീ കേട്ടില്ല, ബാക്കിയുള്ളവരെല്ലാരും കേട്ടു. ആണോ? ശരി. ബാഗൊക്കെ എല്ലാം പാക്ക് ചെയ്തോ? എല്ലാ സാധനങ്ങളും വാങ്ങിയോ? ബാഗ് എല്ലാം പാക്ക് ചെയ്ത്. നീ കാർ സീറ്റ് വാങ്ങണം. അതിപ്പോ നിർബന്ധമാക്കാൻ പോണോ കേരളത്തില്? മറ്റേ ബാഗിന് ഇത് ബേബി കാരിയർ അങ്ങനെ എന്തൊരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടത്, അത് വാങ്ങിക്കണ്ടേ? അത് വാങ്ങണം. അത് കുറച്ച്. അത് എത്ര വയസ്സിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? നേരത്തെ ഉപയോഗിക്കാം. തല ഉറക്കാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചിലർക്കൊക്കെ തല ഉറക്കണതിന് മുമ്പേ ഫോറിനേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഇത് നോക്കുമ്പം അത് ഓരോ ടൈപ്പ് ഉണ്ട്. പോണെങ്കിൽ സപ്പോർട്ട് ചെയ്യണത് നോക്കി വാങ്ങണം. ഞാൻ അങ്ങോട്ട് പോട്ടെന്നെന്തോന്നാ പറയണേ. അല്ല, ഈ ബേബി കെയറിന്റെ വീഡിയോ ഞാനിപ്പോ കണ്ടതാണ്, ഞാൻ ചോദിച്ചത്. കാർ സീറ്റിന്റെ ഞാൻ കണ്ട്. അതും തല ഉറക്കാതെ വെക്കുവോ? അത് കുഞ്ഞിലേ വയ്ക്കും. അത് ഓരോ ടൈപ്പ് ഉണ്ട്. എന്തോന്നാ 2 വയസ്സ് വരെ ഇങ്ങനെ ബാക്ക് തിരിഞ്ഞിരിക്കും. 360 ഡിഗ്രിയുടെ എന്തോണ്ട്, അതിന്റെ വീഡിയോ ഞാൻ കണ്ടത്. അത് ഞാൻ കണ്ടില്ല. ഒരു ബേബി കാരിയർ വാങ്ങിക്കണം അല്ലേ ഇനി? പിന്നെ കാർ സീറ്റർ അല്ലേ? ബേബി ആയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ. ഇത് വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നിങ്ങൾ കേട്ടത്. ഒരു ഒറ്റ സെക്കൻഡിലെ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അച്ചി ഇപ്പോൾ വിളിച്ചാൽ പറയരുത്. അച്ചി പോയാ വാ, അവിടെ ഇരിക്കാം, നമുക്ക് ചീമേരെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാം. അച്ചി എവിടെ? അച്ചി ടി വി കണ്ടോണ്ടിരിക്കുന്നത്. ക്ലൈമാക്സ് ആയതാണ്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഞാൻ ലൈവ് വോയിസ് ഇട്ടതാണ്, പക്ഷേ വോയിസ് ഓവർ ചെയ്യാനേ കൊള്ളാവൂ. അത്രയ്ക്കും ബഹളം കേട്ടോ. ചുമ്മാ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതാണ്. സംസാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംസാരമാണ്. ആൾക്കാർ കേൾക്കുമ്പോൾ ഇവിടെ എപ്പോഴും വഴക്കാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ സംസാരമാണ്. ആരും മോശമല്ല കേട്ടോ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും കണക്ക് തന്നെയാണ്. നമ്മൾ സദാ സംസാരിക്കുന്നതാണ്, വലിയ ഒച്ചത്തിൽ മാത്രമേ കേൾക്കത്തുള്ളൂ എല്ലാവരും, പട്ടി ഉൾപ്പെടെ. നമ്മുടെ പപ്പി കഴിക്കുന്ന സാധനം എന്താണെന്നറിയോ? സോസേജ്. ഡോഗ് ഫുഡൊന്നും പപ്പി കഴിക്കില്ല. നമ്മൾ മനുഷ്യർ കഴിക്കുന്ന സാധനം മാത്രം. സോസേജ്, ചീസ് സോസേജ് ആണ്. ചീസ് സോസേജ് പപ്പിയുടെ ആഹാരം. ചീസ് സോസേജ്. അദ്ദേഹം ഇതൊക്കെ കഴിക്കത്തുള്ളൂ. ഷവായി, കുബൂസ്. നാടൻ കോഴി കഴിക്കില്ല. നാടൻ കോഴി കഴിക്കൂല. ബ്രോയിലർ ചിക്കനെ കഴിക്കൂ. ബീഫൊക്കെ ഇഷ്ടമാണോ അദ്ദേഹത്തിന്?
പപ്പിക്ക് ഉണ്ടാക്കണേ കേട്ടോ സോസേജ്, ചീസ് സോസേജ്. അത് മതി. നിങ്ങൾക്ക് മുട്ടയൊക്കെ പൊരിച്ചു തന്നിട്ട് എടുക്കാം. അപ്പൊ അദ്ദേഹത്തിന് താമസിച്ച് പോകണമെങ്കിൽ ചീമ ഇപ്പൊ കഴിക്കണം. പപ്പി കഴിക്കണം നോക്കിക്കോളണേ. ഉടനെ കഴിക്കണം. ഈ വീട്ടിലെ ബഹളം വോയിസ് ഓവർ ചെയ്യണ ഇതുകൊണ്ടാണ്. ചൂടാണ് പപ്പി. പപ്പി ആക്രാന്തത്തോടെ കഴിക്കണം നോക്ക്. ഇനി ആ ഏരിയയിലോട്ട് പോയാൽ പപ്പിയുടെ ബഹളം കാണണം. ചൂട് ചൂട്. മുറുകണൊക്കെ അച്ചി എടുക്കുമെന്നും പറഞ്ഞാണ്. അച്ചി ഒന്ന് അടുത്തോട്ട് ചെന്ന് നോക്ക്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫുഡിന്റെ അടുത്ത് ഞാൻ ഇപ്പൊ ഇറങ്ങണമെന്ന് നോക്കിയോളേ പപ്പി. മുറുകണ നോക്ക്. അത്രയും ഫേവറേറ്റ് ആണ് പപ്പിക്ക് സോസേജ്. ഡോഗ് ഫുഡ് ഒന്നും പപ്പി കഴിക്കൂല. സോ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ ബൈ പറ. ടാറ്റാ ബൈ. ആർക്കും വയ്യ. ടാറ്റാ ബൈ.